ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഇന്ന് ഒരു ഫ്രൈഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ആൻഡ് ബൈ ഇത് ഫ്രൈഡേ ഈവനിങ് എടുത്ത വ്ളോഗ് ആയത് കാരണം ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ക്ഷമിക്കുക. അപ്പോൾ എനിവേസ് നേരെ ഞങ്ങൾ വാൾമാർട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോവാം, സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു കോട്ടൺ ക്യാൻഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കോട്ടൺ ക്യാൻഡി. അപ്പോൾ ആൻഡ് ഇതൊരു ഓറഞ്ച് ഫ്ലേവർ ആയിരുന്നു. ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിന് ശേഷം അപ്പോഴത്തേക്കും ചേട്ടനും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ചേട്ടൻ്റെ കളിപ്പട്ടം വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അതൊക്കെ ഓടിച്ച് കളിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഈ എന്താ പറയുക ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സാഹസികമായൊക്കെ വേണമായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇമാതിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ എവിടെയെങ്കിലൊക്കെ മറിഞ്ഞിടിച്ച് വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാനം എന്നെ എൻ്റെ വാണിക്കുട്ടിയായിരുന്നു കേട്ടോ പിടിച്ചിറക്കി കൊണ്ടുപോയത്. എന്നാലും എന്താ പറയുക, അവിടെ ചെല്ലണം എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൂപ്പർ സ്ഥലമായിരുന്നു, അടിപൊളിയായിരുന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട്, അധികം വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അവിടെ. ഞങ്ങൾ എന്താ പറയുക കുറേ നേരം അവിടെ നിന്ന് ഞങ്ങളെ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ എന്താ പറയുക ഞങ്ങളുടേതായ ലോകത്തൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വെള്ളവും കാര്യങ്ങളും ഉള്ളിടത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഓഫ് കോഴ്സ് നമ്മളതെല്ലാം ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ തന്നെയാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക ഒരു നൈറ്റ് ആവുന്നിടത്തോളം വരെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 8:30 കഴിയുന്നിടം വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ സമ്മർ ടൈമല്ലേ, അപ്പം മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം വിൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റത്തില്ല. പിന്നെ എല്ലാം ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിരിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഇപ്പം സമ്മർ ടൈമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങളിങ്ങനെ പോയിട്ടൊക്കെ ഔട്ട്സൈഡ് സംഭവങ്ങളൊക്കെ കുറേയൊക്കെ ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. നേരെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഗ്രോസറി സ്റ്റോറിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പം അവരും എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പോട്ടെ, ബൈ.